ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മിനി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം കുറേ ദിവസം ആയി അമ്പലത്തിൽ നിന്ന് പോയിട്ട്, അമ്പലത്തിലല്ല കാവിൽ കേട്ടോ. അപ്പോൾ കാവിൽ പോകാനായിട്ട് ഞാനും അച്ചുക്കുട്ടനും ധ്യാനൂട്ടനും കൂടെ പോവുകയാണ്. അപ്പോൾ വിനോട്ടൻ റോഡിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വിനോട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിനോട്ടൻ ഞങ്ങളെ കാവിൽ കൊണ്ടുവിട്ടു. ഉത്സവത്തിന് കാവിൽ പോകാൻ പറ്റിയില്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയി തൊഴാമെന്ന് വെച്ചു. വൈകുന്നേരം ദീപാരാധന തൊഴാം എന്നോർത്തിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ കാവിൽ പോയി ദീപാരാധനയൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാം എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ളൊരു കടയൊക്കെ പോയതാണ്. സ്ഥിരം ഞങ്ങളവിടെ ആണ് കേട്ടോ മിക്കപ്പോഴും ചായ കുടിക്കാൻ കയറുക. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തെ അച്ചുക്കുട്ടന് പടക്കം വേണമെന്ന് പറഞ്ഞ് അച്ചുക്കുട്ടൻ വിനോദം വിളിച്ചുകൊണ്ട് പടക്കം വാങ്ങാൻ പോയതാണ്. പടക്കമൊന്നും കിട്ടിയില്ല. വിഷുവിൻ്റെ സമയത്തല്ലേ പടക്കമൊക്കെ ഉണ്ടാവുള്ളൂ. അച്ചുക്കുട്ടനോട് പറഞ്ഞിട്ട് കേൾക്കണില്ലായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സമാധാനമായി കേട്ടോ. അത് കഴിഞ്ഞ് കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവന്മാർക്ക് ചായ വേണ്ട, അവന്മാർക്ക് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളൊരു പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പോന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് ഞാൻ വീട്ടിൽ പോണ ഭാഗമാണ്. പിറ്റേന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് മമ്മിക്ക് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോയത്. ബസ്സിന് പോയി കഴിഞ്ഞാൽ കൂത്താട്ടത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ മമ്മി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മമ്മി എല്ലാവരും കൂടെ കൂടി ഓട്ടോയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചിറങ്ങി മമ്മി ചായയൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.